നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തുർക്കിയിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കാൻ പോയ ലമീൻ യമാലിൻ്റെ പാസ്പോർട്ട് നഷ്ടമായി. ആകെ പൊല്ലാപ്പായി. ആകെ തിരച്ചിൽ. ബാഗ് വലിച്ച് പുറത്തിടുന്നു. ടീം ബസ്സിൽ ആകെ നോക്കുന്നു. അവിടെ നിന്ന് ലോക്കർ റൂമിലേക്ക് മടങ്ങിപ്പോയി. അവിടെ ചെക്ക് ചെയ്യുന്നു. ആകെ പ്രശ്നം. 1 മണിക്കൂറിലധികം സ്പെയിനിൻ്റെ ടീം ബസ് അദ്ദേഹത്തെ കാത്തു നിന്നു എന്നാണിപ്പോൾ തുർക്കിഷ് ഔട്ട്ലെറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തുർക്കിഷ് ഔട്ട്ലെറ്റായിട്ടുള്ള ബയാസ് ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ലാമിൻ യമാലിൻ്റെ പാസ്പോർട്ട് തുർക്കിയക്കെതിരെയുള്ള ആ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിന് ശേഷം നഷ്ടമായപ്പോൾ അദ്ദേഹം ഒരുപാട് സമയം അത് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചു. ഈവൻ അദ്ദേഹം തിരികെ ലോക്കർ റൂമിലേക്ക് പോയി അവിടെ ചെക്ക് ചെയ്തു. പക്ഷേ ഒടുവിൽ അത് ലഭിക്കാതെ തന്നെ സ്റ്റേഡിയം വിടേണ്ടി വന്നു. ടീം ബസ് അദ്ദേഹത്തെ 1 മണിക്കൂറിലധികം സമയം കാത്തു നിന്നു എന്നാണ് റിപ്പോർട്ട്. വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത് തുർക്കിഷ് ഔട്ട്ലെറ്റ് പുറത്തുവിട്ടതാണ്. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് യമാൽ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും പിന്നീട് ലോക്കർ റൂമിലേക്ക് പോകുന്നതും അവിടെ അദ്ദേഹം സെർച്ച് ചെയ്യുന്നതും ഒക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കയോസ് അവിടെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്നു. എങ്കിൽ പോലും ലമീൻ യമാൽ കളിക്കളത്തിൽ നടത്തിയ മികവിന് അതൊന്നും ഒരു കോട്ടം തട്ടുന്നതല്ല. അതിമനോഹരമായ പ്രകടനമാണ് യുവതാരം തുർക്കിയെക്കെതിരെ പുറത്തെടുത്തത്. പ്രത്യേകിച്ച് ആർദ ഗ്യൂളർ വേഴ്സസ് ലമീൻ യമാൽ എന്ന രൂപത്തിൽ ഈ കളിയെ കണ്ടവരുണ്ട്. ആർദ ഗ്യൂളറെ വെറും നിഴലാക്കി മാറ്റി അവിടെ തൻ്റെ പ്രഭാവം കൊണ്ട് എതിരാളികളെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം തന്നെ അവൻ നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. 2 അസിസ്റ്റുകൾ അവൻ്റെ വക. ഡ്രിബ്ലിങ്ങിൽ ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 7ലധികം ഡ്രിബ്ലിംഗ് ഒറ്റ മത്സരത്തിൽ നടത്തിയ താരമെന്ന റെക്കോർഡ് എല്ലാം അവൻ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.